PDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ അധ്യാപകരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ മറ്റന്നാൾ വിധി പറയും. നിതിനെ ഇഡിയറ്റ് എന്ന് റാം വിളിക്കുന്നതും സിമ്പതിക്ക് വേണ്ടി ചാടിയതാണെന്ന് പറയുന്നതും കേട്ടുവെന്ന് സഹപാഠി മൊഴി നൽകിയിട്ടുണ്ട്. അർജുൻ കല്യാടാണ് ചേരുന്നത്. അർജുൻ, ഈ സഹപാഠികൾ നമ്മോട് സംസാരിച്ചപ്പോഴും ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണത് മൊഴിയായി തന്നെ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയിൽ എന്താണ് ഇന്ന് കോടതിയിൽ നടന്ന വാദങ്ങൾ? വിനീത, അതായത് നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ ഈ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിച്ചിരുന്നു. എന്നാൽ കുടുംബം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കക്ഷി ചേർന്ന പശ്ചാത്തലത്തിലാണ് കേസിൽ വാദം കേൾക്കുന്നതിന് വേണ്ടി, പ്രധാനമായും കുടുംബത്തിന് പറയാനുള്ളത് കേൾക്കുന്നതിന് വേണ്ടിയാണ് ഇന്നത്തേക്ക് വാദം കേൾക്കാൻ കേസ് മാറ്റിയിരുന്നത്. ഈ കേസിൽ വാദം ഇന്ന് എല്ലാവരുടെയും, അതായത് പ്രതിഭാഗത്തിന്റെയും അതുപോലെ തന്നെ കുടുംബത്തിന്റെയും പ്രോസിക്യൂഷന്റെയും ഒക്കെ വാദം കോടതി വിശദമായ രീതിയിൽ തന്നെ കേട്ടിരുന്നു. അങ്ങനെയാണ് ഈ കേസിൽ വിധി പറയാൻ മറ്റന്നാളത്തേക്ക് കേസ് മാറ്റിവെച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും കുടുംബം ഉൾപ്പെടെ പറയുന്നത് ഈ ഡോക്ടർ റാമും അതുപോലെ തന്നെ ഡോക്ടർ സംഗീതയും ഇത്തരത്തിൽ ഈ നിതിൻ രാജിന്റെ മരണത്തിന് കാരണക്കാരായിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഇതിൽ ഡോക്ടർ റാമിനെതിരെ കൂടുതൽ കടുത്ത ആരോപണങ്ങൾ ഈ പറയുന്ന പോലീസ് സമർപ്പിച്ചിട്ടുള്ള കുറ്റപത്രത്തിൽ ഉൾപ്പെടെ ഈ കുട്ടികളുടെ സഹപാഠികളുടെ മൊഴികൾ പ്രധാനമായും ഈ കുടുംബം എടുത്ത് കോടതിയോട് സൂചിപ്പിച്ചിരുന്നു. അതിനകത്ത് ഒരു സഹപാഠിയുടെ മൊഴി ഈ പറയുന്ന നിതിൻ രാജ് ആത്മഹത്യ ചെയ്തതിന് ശേഷവും ഈ നിതിൻ രാജിനെ വളരെ മോശമായി അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഡോക്ടർ റാമിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. അതിനകത്ത് കൃത്യമായ രീതിയിൽ ദാറ്റ് ഇഡിയറ്റ് സിമ്പതിക്ക് വേണ്ടിയാണ് ഇതിൽ നിന്നും, അതായത് കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും താഴേക്ക് ചാടിയത് എന്ന് മരണത്തിന് ശേഷവും ഈ ഡോക്ടർ റാം പറഞ്ഞിരുന്നതായി ഒരു സഹപാഠിയുടെ മൊഴിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മോശമായി പെരുമാറുന്ന അധ്യാപകരുടെ അധിക്ഷേപവും ഒക്കെ ഇത്തരത്തിൽ മരണത്തിന്റെ കാരണമായിട്ടുണ്ട് എന്നാണ് കുടുംബം കോടതിയിൽ വാദിച്ചത്. എന്തായാലും മറ്റന്നാൾ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അധ്യാപകരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി വിധി പറയും. തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയാണ് ഈ കേസിൽ വിധി പറയുന്നത്. വിനീത. ശരി, അർജുൻ കല്യാടാണ് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.